ഹലോ നമസ്കാരം. രേഖാചിത്രം കണ്ടു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഒരു പിടുത്തവുമില്ല. ബട്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഹാപ്പിയാണെന്ന് പറയാൻ കാരണം ആസിഫ് അലിയുടെ കാര്യം ആലോചിക്കുന്ന സമയത്താണ്. സീരിയസ്ലി കാര്യം പുള്ളി നല്ല അടിപൊളി അടിപൊളി നടനാണ്. ഞാൻ വലിയ ഫാനൊന്നും ആയിരുന്നില്ല പുള്ളിയുടെ. ഇഷ്ടമായിരുന്നു, പക്ഷെ ഫാനൊന്നും ആയിരുന്നില്ല. ബട്ട് മെല്ലെ 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 പുള്ളി ഫാനാക്കി മാറ്റിയെന്ന് തന്നെ പറയാം. ഇപ്പം രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ കണ്ടതിൻ്റെ പേരിൽ കുത്തിയിരുന്ന് ഇങ്ങനെ അടിച്ചു വിടുന്നൊന്നുമല്ല. ഞാൻ പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ അത് ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ പെട്ട് ഇരിക്കുകയായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം OTT വന്ന് OTT ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് ഞാൻ OTT ലെവൽ ക്രോസ് കാണുന്നത്. എജ്ജാതി പടമായിരുന്നു, കിട്ടിലം പടമായിരുന്നു. അത് പക്ഷേ തിയേറ്ററിൽ വലിയ സക്സസ്സോ പരിപാടികളോ ഒന്നും ആയിരുന്നില്ല. അതിൽ ആസ് എ സിനിമാ പ്രേമി എനിക്ക് നല്ല വിഷമമുണ്ട്. അത് OTT കണ്ടിട്ട് പോലും ഇപ്പോൾ സാധാരണ പറഞ്ഞാൽ തിയേറ്ററിൽ ഹിറ്റായിട്ട് OTT കാണുന്ന സമയത്ത് പലർക്കും പല സിനിമകളും ഇഷ്ടപ്പെടാത്ത അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ ലെവൽ ക്രോസിൻ്റെ കേസിൽ തിയേറ്ററിൽ എന്തോ ആയി, ബട്ട് അത് OTT കണ്ടിട്ട് OTT എനിക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കിടിലൻ സിനിമ എന്ന് മാത്രമല്ല, ആസിഫ് അലിയുടെ പെർഫോമൻസ്, മോനെ, അയാളുടെ ബോഡി ലാംഗ്വേജ്, ആ സിനിമയിലുള്ള ഭാവം, എവറിത്തിങ് ആസ് ആൻ ആക്ടർ കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു ലെവൽ ക്രോസിൻ്റെ അകത്ത് പുള്ളിയുടെ. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാര്യം അയ്യോ, ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് തിയേറ്ററിൽ കിട്ടിയില്ലല്ലോ, ആസിഫ് അലി നന്നായി ചെയ്തിരിക്കുന്നു, അപ്പം അങ്ങനെ തോന്നിയതായിരുന്നു. പിന്നെ കിഷ്കിന്ദ കാണ്ഡം ഇറങ്ങിയ സമയത്ത് ഹാപ്പിയായി. കാരണം കിടിലം പടം, അടുത്ത അടിപൊളി ആസിഫ് അലിയുടെ സെലക്ഷൻ, അടിപൊളി സിനിമയായിരുന്നു കിഷ്കിന്ദ കാണ്ഡം. ഭയങ്കര അപ്രൈസൽ കിട്ടിയ ഒരു സിനിമയാണ്. ആൻഡ് ഒരുപാട് ദിവസം അത് ഓടി, സന്തോഷമായി അത് കണ്ട സമയത്ത്. കിടിലം പടം. പിന്നെ ഇതിൻ്റെ ഇടയിൽ അഡിയോസ് അമിഗോസ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിയേറ്ററിൽ എന്തായി എന്നുള്ളത് വലിയ സക്സസ്സിലേക്കൊന്നും എത്തിയില്ല. പക്ഷെ അതൊക്കെ എന്ത് രസമുള്ള പടമായിരുന്നേ, അതൊക്കെ എന്ത് രസമുള്ള അടിപൊളി സിനിമയായിരുന്നു. അത് ഞാൻ OTT ആക്ച്വലി കണ്ടത്. അന്നൊക്കെ അത് മിസ്സായിപ്പോയി തിയേറ്ററിൽ. അതാണ് ഈ OTT കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ തിയേറ്ററിൽ മിസ്സായാലോ. കഷ്ടകാലത്തിന് നമ്മൾ വേറെ പല തിരക്കുകൾ കാരണം നമ്മൾ തിയേറ്ററിൽ മിസ്സാക്കി പോകുന്നതാണ്. അഡിയോസ് അമീഗോസിൽ പുള്ളിയുടെ ഒരു പ്രത്യേക തരം ക്യാരക്ടർ, പുള്ളി അത് ഇപ്പം ഈ പറഞ്ഞ ലെവൽ ക്രോസ് ആയിക്കോട്ടെ, അതേ ഈ പറഞ്ഞ എന്താണ് ആ സിനിമയുടെ പേര്, കിഷ്കിന്ദ കാണ്ഡം ആയിക്കോട്ടെ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ പുള്ളി ഈ പറഞ്ഞ അഡിയോസ് അമീഗോസ് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ആസ് എൻ ആക്ടർ നിങ്ങളൊന്ന് നോക്കി നോക്കി പലതരത്തിലുള്ള സാധനങ്ങളെ മൂപ്പര് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കേസ് തന്നെയാണ്, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കേസിലാണെങ്കിലും ക്യാരക്ടർ സെലക്ഷൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പുള്ളി അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെരി ഹാപ്പി. കാര്യം പുള്ളി നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. സക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം അത് കണ്ടിന്യൂസ്ലി പുള്ളിക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ലെവൽ ക്രോസ് ആയിക്കോട്ടെ, അഡിയോസ് അമീഗോസ് ആയിക്കോട്ടെ, എന്താ പറയുക, കിഷ്കിന്ദ കാണ്ഡം ആയിക്കോട്ടെ, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ആസിഫ് അലിയുടെ ആ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ രേഖാചിത്രം ആയിക്കോട്ടെ. അപ്പോൾ ഇത് കണ്ടപ്പോഴും സന്തോഷമായി. കാരണം അത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം അറിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഈ സിനിമയ്ക്കും വരട്ടെ. അത് വന്ന ആസിഫ് അലിയുടെ കാര്യത്തിൽ കൂടുതൽ ഓർക്കുമ്പോൾ സന്തോഷം എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പേഴ്സണലി രേഖാചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ, വെരി ഹാപ്പി. അടിപൊളി സിനിമ. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. ജോഫിൻ ടി ചാക്കോ ഡയറക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുക, എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, മടുപ്പും ചടപ്പമൊന്നും ഇല്ലാതെ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് രേഖാചിത്രം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി രേഖാചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തോന്നിയത് കേട്ടോ. നല്ല രീതിയിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എഴുത്ത്, നല്ല ഡയറക്ഷൻ, നല്ല കാസ്റ്റിംഗ്. ആസിഫ് അലി ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കിടിലൻ, അടിപൊളി. ആൻഡ് ഓഫ് കോഴ്സ് അനശ്വര രാജൻ, മോനെ മുത്താണ്. അനശ്വര രാജൻ ഗുഡ് മാൻ. നേരം കണ്ട സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനശ്വര എന്ത് നല്ലൊരു നടിയാണ് എന്ന്. നന്നായിട്ടാണ് അവർ ചെയ്യുന്നത്. അവരാണെങ്കിൽ നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ വെരി ഹാപ്പി ഫോർ ഹെർ ഓൾസോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രമായിരുന്നു പുള്ളിക്കാരിക്ക് കിട്ടിയത്. അടിപൊളിയായിട്ട് പുള്ളിക്കാരി
ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സിദ്ദിഖുണ്ട്, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും പുള്ളിയുടെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്ത് കൊടുത്താൽ ആയങ്ങായി അടിപൊളിയായിട്ട് ചെയ്യും. നന്നായിട്ടുണ്ട്. മനോജ് കെ ജയൻ ഓഫ് കോഴ്സ് അടിപൊളിയായിട്ട് നല്ലൊരു ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ മുഖങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്, പേര് പെട്ടെന്ന് വായിൽ വരുന്നില്ല. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മതലോത്സവം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച പുള്ളിക്കാരി ഒരു കാരണം എന്തൊരു ഭംഗിയാണെന്നേ. ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, എന്തൊരു ഭംഗിയാണ്. ഈ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്, അവർ തന്നെയല്ലേ? അവർ തന്നെ. അവരും നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പള്ളിയിലുള്ള അവരുടെ പേരും പെട്ടെന്ന് കിട്ടുന്നില്ല, അവർ നല്ലൊരു കഥാപാത്രമായിരുന്നു, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ഞാൻ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ രേഖാചിത്രം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എനിക്ക് കിട്ടിയത്. നല്ലൊരു സിനിമ, അടിപൊളി സിനിമ, രേഖാചിത്രം ഉഷാർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി പരിപാടി എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഒരു ആക്ടറിൻ്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അത് ചേട്ടൻ, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണ്. അത് ആ പരിപാടി അവർ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു, അത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ആക്ച്വലി തോന്നിയത് ആ ഒരു നടൻ്റെ സംഭവം. കണ്ട ആൾക്കാർക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും, അത് നന്നായി വന്നിട്ടുണ്ട്. കൊള്ളാടോ, നല്ലൊരു സിനിമ. പിന്നെ എന്താണ്, എവറിത്തിങ് എല്ലാം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഏതായാലും 2025 ഈസ് ഗുഡ്. ഐഡൻറ്റിറ്റി ഇവിടെ എന്താണ് സക്സസ് ആയോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി. കിടിലം മേക്കിങ്ങും കാസ്റ്റിങ്ങും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ആസ് എ പ്രേക്ഷകൻ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഓവറോൾ അഭിപ്രായമൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെ മാറ്റർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വെരി ഹാപ്പി. കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ ഇപ്പോൾ ഇതുപോലെ എല്ലാ സിനിമകളും കാണാൻ പറ്റി അത്രത്തോളം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത്. അടിപൊളി മാൻ, അടിപൊളി, വെരി ഹാപ്പി. ആൻഡ് ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരു ഭീകര കാര്യം തന്നെയാണത്. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇടലനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ ഒക്കെ കേസിൽ. സൂപ്പർ, അങ്ങനെ വേണം. ഒരു ടൈം ഉണ്ടായിരുന്നു ആസിഫ് അലിക്ക്, അങ്ങനെ ഫസ്റ്റ് ഡേ ഒന്നും ആൾക്കാർ കയറാത്ത, അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാവാതെ മോശ സിനിമകളൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെ ഒരു ടൈമിൽ ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുറച്ചൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി പുള്ളി ഹിറ്റ് തരുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണത്. അപ്പോൾ ഈ സിനിമയ്ക്കും അങ്ങനെ വരട്ടെ. എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം. ഐ ഡോണ്ട് നോ. കണ്ട ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയൂ, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയൂ. ഇനിയിപ്പോൾ ഇവിടെ വേറെയും റിവ്യൂ ചെയ്യാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ വന്ന് പറയട്ടെ. കോക്ക് എന്ത് പറയുമോ ആവോ, അല്ലേ? പ്രമുഖൻ എന്ത് പറയുന്നു ആവോ. കുറേ പേര് അതിനു വേണ്ടി കാത്തിരിക്കൂ, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നന്നാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ, ടേക്ക് കെയർ. ആരാത് 8 മിനിറ്റ് ആയാ? ഓക്കെ.